എല്ലാവർക്കും നമസ്കാരം. വിദ്യാധിരാജ പ്രഭാവം മൂവാറ്റുപുഴയുടെ ചരിത്രമണ്ഡലത്തിൽ എന്നാണ് വിഷയം. വിദ്യാധിരാജ പ്രഭാവമാണ് നമ്മളിവിടെ കാണുന്നത് മൂവാറ്റുപുഴയുടെ ചരിത്രമണ്ഡലത്തിൽ. രാമകൃഷ്ണ പരമഹംസരുടെ ഒരു വചനം, മത്സ്യം വിൽക്കുന്ന കടകളിൽ ഒരുപാട് പേര് കാണും, രത്നം വിൽക്കുന്ന കടകളിൽ 2-3 പേരെ കാണുന്നുണ്ട്. അതുകൊണ്ട് രത്നത്തേക്കാൾ മൂല്യം മത്സ്യത്തിനുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇതിൽ പഴയ എന്താ പറയേണ്ടത്? മൂവാറ്റുപുഴയുടെ ചരിത്രമണ്ഡലത്തിലെ വിദ്യാധിരാജ പ്രഭാവം എന്ന് പറഞ്ഞാൽ നീലകണ്ഠ തീർത്ഥപാദസ്വാമികൾ. ഈ നീലകണ്ഠ തീർത്ഥപാദസ്വാമിയുടെ കൊച്ച് നീലകണ്ഠപിള്ളയായിരുന്നപ്പോൾ മൂവാറ്റുപുഴയിലെ ഈ ആനിക്കാട്ടെ കാവിൽ വന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല, ഇന്ന് പൊട്ടിഘോഷിക്കുന്ന ഈ ജാതീയതയൊന്നും സനാതന ധർമ്മ സമൂഹത്തിൽ അന്നുണ്ടായിരുന്നില്ല. എങ്കിൽ നായർ സമുദായ അംഗമായിരുന്ന ഒരു ചെറുപ്പക്കാരൻ നമ്പൂതിരി സമുദായക്കാരുടെ കാവിൻ്റെ അടുത്ത് വരും. ഇതൊക്കെ കവികൽപിതമായ കാവ്യം പോലെയാണ് ഈ ജഗത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് നാരായണ ഗുരുദേവനാണ്. ജഗത്ത്, ലോകം എന്ന് വെച്ചാൽ ആലോകനം ചെയ്യുന്ന, ചിന്തിക്കുന്ന, നമ്മൾ ഉണ്ടാക്കുന്ന ചിന്തകളെ കൊണ്ടുണ്ടാകുന്ന ഈ ലോകം. ഒരൊറ്റ കാര്യമാണ് മൂവാറ്റുപുഴയുടെ ചരിത്രമണ്ഡലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നീലകണ്ഠ തീർത്ഥപാദര് ബാല്യകൗമാരങ്ങൾ ചെലവഴിച്ച മൂവാറ്റുപുഴയിൽ, ആ മൂവാറ്റുപുഴ ജാതിക്ക് അതീതമായിട്ട് ചിന്തിച്ചിരുന്നൊരു കാലമാണ്. കാരണം വിഷവൈദ്യനായ നീലകണ്ഠ തീർത്ഥപാദരുടെ ആ പാരമ്പര്യത്തിലേക്ക് എല്ലാ തരത്തിലുള്ള ആൾക്കാരും അവിടെ ചെന്നിരുന്നു. രോഗം വന്നാൽ നായരുണ്ടോ, നമ്പൂരി ഉണ്ടോ, ക്രിസ്ത്യാനി ഉണ്ടോ, മുസ്ലിം ഉണ്ടോ? രോഗിയെ സംബന്ധിച്ച് എന്താ വേണ്ടത്? രോഗം മാറണം. അതുകൊണ്ടാണ് ചട്ടമ്പി സ്വാമികളെ പോലെയുള്ളൊരു ദിവ്യനായ ഒരാൾ മൂവാറ്റുപുഴ എത്തി എന്ന് കണ്ടപ്പോൾ വിഷവൈദ്യ കുടുംബത്തിലെത്തിയ വാളാനിക്കാട്ട് ജനിച്ച കൊച്ചു നീലകണ്ഠപിള്ള അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ ഇത്രയേ ചോദിച്ചുള്ളൂ. ആരോ പ്രസംഗിച്ചിരിക്കുന്നു, നീലകണ്ഠപിള്ള അഹങ്കാരം കൊണ്ട് പറഞ്ഞിരിക്കുന്നു, എനിക്ക് പല ശാസ്ത്രങ്ങളും അറിയാം എന്നൊക്കെ. അയ്യോ, കൊച്ചു നീലകണ്ഠപിള്ള എന്ന് പറഞ്ഞാൽ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളെക്കാൾ വളരെ വിനയവും വിദ്യവും ചെയ്യുന്ന. അപ്പോൾ ഇവിടെ മൂവാറ്റുപുഴയിൽ അദ്ദേഹം താമസിക്കുന്ന ഗൃഹത്തിൽ എത്തിയപ്പോൾ ആ നീലകണ്ഠൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ ചട്ടമ്പി സ്വാമി ചോദിച്ചു എന്നാണ് പറയുന്നത്, എന്തിനാണ് അപ്പനെ ഇനി വന്നത്? ആ നിൽപ്പ് കണ്ടപ്പോഴാണ് ചോദിച്ചത്. കണ്ടില്ലേ, കവികൽപിതമായ കാവ്യം പോലെ നമ്മൾ ഇത്തരം മഹാത്മാക്കളുടെ കാര്യങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ നമ്മുടേതായ സങ്കല്പങ്ങൾ അതിൽ ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ നീലകണ്ഠ തീർത്ഥപാദരോട് പറഞ്ഞത്, എന്തിനാണ് അപ്പനെ വന്നത്? അന്ന് കൊച്ചു നീലകണ്ഠപിള്ള. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങ് വൈദ്യനാണെന്ന് കേട്ടിട്ടുണ്ട്, മഹാവൈദ്യനാണെന്ന് കേട്ടിട്ടുണ്ട്, വിഷവൈദ്യം കുറച്ച് കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ ചട്ടമ്പി സ്വാമി പറഞ്ഞു, അപ്പനെ മാറ്റേണ്ടത് സർപ്പവിഷമല്ല, സംസാര വിഷമാണ്. അപ്പം ഇത് വലിയൊരു ഇതാണ്. എന്താണ് സംസാരം? സംസാര വിഷം. തമിഴിൽ സംസാരം എന്ന് പറഞ്ഞാൽ അതാണിപ്പോൾ ഏറ്റവും വലിയ. അത് രാമകൃഷ്ണ പരമഹംസർ പറയുന്നുണ്ട്. ഇപ്പം ഇവിടെ ഇപ്പം ഈ മഹേഷിൻ്റെ കാര്യം ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇത് അത് വലിയൊരു അനുഗ്രഹമാണ്, വേണ്ടതാണ്. കാരണം ഈ പ്രകൃതി തന്നെ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? രാമകൃഷ്ണ പരമഹംസർ തന്നെ പറയുന്നുണ്ട്,
ഒരു ദിവസം എവിടെയോ യാത്രാകളി കാണാൻ വേണ്ടി അദ്ദേഹം പോകാൻ സമയത്ത് ശാരദാദേവി പറഞ്ഞു, എവിടേക്കാണ് പോകുന്നത്? യാത്രാകളി കാണാനാണ്. ഇന്ന് പോകണമോ? എനിക്ക് പിന്നീട് പോകാൻ തോന്നിയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ പ്രകൃതിയുടെ സ്വാധീനത. ഇപ്പം ഇവിടെ മുരിങ്ങമംഗലം മനയിൽ നിന്നും പറഞ്ഞിരിക്കുന്നത് ഭാര്യാഭർത്താക്കന്മാരാണ്. വലിയ അനുഗ്രഹമാണല്ലേ? അപ്പോൾ അതൊരു ലക്ഷണമാണ്. ചട്ടമ്പിസ്വാമി സാമുദ്രിക ശാസ്ത്രത്തിൽ വളരെ വിദഗ്ധനായിരുന്നു. അതുകൊണ്ടാണ് നീലകണ്ഠനെ കണ്ടപ്പോൾ സാമുദ്രിക ശാസ്ത്രത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ പറയുന്നത്, എന്തിനാണപ്പനെ നീ വന്നത്? സർപ്പവിഷത്തെക്കുറിച്ച് പഠിക്കാനാണ്. സർപ്പവിഷമല്ല, സംസാര വിഷമാണ് പഠിക്കേണ്ടത്. പിൽക്കാലത്ത് നീലകണ്ഠ തീർത്ഥപാദരായി സമയത്ത് ചട്ടമ്പിസ്വാമി പറയുന്നുണ്ട്, തീർത്ഥനെ കാണുമ്പോൾ നാം നല്ല സ്ഥലത്തിലേക്ക് മാറി നിൽക്കും. കാരണം ചെളിയിലാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ നീലകണ്ഠ തീർത്ഥപാദർ വന്ന ഗുരുവിനെ അവിടെ സാഷ്ടാംഗം നമസ്കരിക്കും. അങ്ങനെയുള്ള ഒരാളായിരുന്നു നീലകണ്ഠ തീർത്ഥപാദരില്. ആ നീലകണ്ഠ തീർത്ഥപാദരില് കൊച്ചു നീലകണ്ഠപ്പിള്ളയിലെ അകന്ത കണ്ടെത്തണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളിവിടെ മൂവാറ്റുപുഴയുടെ ചരിത്രമണ്ഡലത്തിൽ വിദ്യാധിരാജ പ്രഭാവം നീലകണ്ഠ തീർത്ഥപാദയിൽ തുടങ്ങുന്നു. പക്ഷെ നീലകണ്ഠ തീർത്ഥപാദയിൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അതേ ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വിദ്യാധിരാജപ്രഭാവം നീലകണ്ഠ തീർത്ഥപാദയിൽ നിന്നാണോ തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ മനസ്സിലാക്കിയത്, ഞാനൊരു മാസികയിലൊരു ലേഖനം എഴുതി നീലകണ്ഠ തീർത്ഥപാദരെക്കുറിച്ച്. അതും നീലകണ്ഠ തീർത്ഥപാദരുടെ ചട്ടമ്പിസ്വാമി ദർശനത്തിൻ്റെ 125-ാം വാർഷികം. അത് മൂവാറ്റുപുഴയിലാണ് നടന്നത്. അപ്പോൾ ആ ലേഖനം വായിച്ചിട്ട് പലരും വിളിച്ചു. 2 പേര് വിളിച്ചു. ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ മൂവാറ്റുപുഴക്കാരാണ്, ഞങ്ങൾക്കറിയാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളെങ്ങനെ കണ്ടെത്തി? ഞാൻ വളരെ ധ്വനിസാന്ദ്രമായിട്ടാണ് പറയുന്നത്. മറ്റൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വാളാനിക്കാട്ട് തെക്കേ മാറാടിയിൽ താമസിച്ചിരുന്ന ആൾ. അപ്പോൾ ആ വാളാനിക്കാട്ട് ഫാമിലിയിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇത്ര മഹാത്മാവാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ പിന്നെ വളരെ ചെറുപ്പത്തിൽ എറണാകുളത്ത് പോയി മഹാരാജാസ് കോളേജിൽ പഠിച്ചു. MA കോളേജ് കോതമംഗലത്ത് അധ്യാപകനായിരുന്നു, റിട്ടയർഡായിരുന്നു. പറയുന്നതാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ട് പറഞ്ഞു, എനിക്കറിയേണ്ട ഒരു കാര്യം സാർ, ചട്ടമ്പിസ്വാമികളെ ഈ നീലകണ്ഠപിള്ള മൂവാറ്റുപുഴ വെച്ചിട്ട് എവിടെയാണ് കണ്ടെത്തിയത്? ഏത് വീട്ടിൽ വെച്ച്? അതൊന്ന് നമുക്കൊന്ന് അറിയാം. ഇതാണ് മൂവാറ്റുപുഴയുടെ ചരിത്രമണ്ഡലത്തിൽ ഇപ്പം ലോകം മുഴുവനും പഠിക്കുന്ന ഒരു വിഷയം, തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി. ഇപ്പോൾ വിരലൊന്ന് മുട്ടിയാൽ വിവരങ്ങളൊക്കെ വരും. അതുകൊണ്ട് എന്താ ഒരു കാര്യം? നിങ്ങൾക്കിപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന കാര്യം അറിയാം, ഇംഗ്ലണ്ടിൽ നടക്കുന്ന കാര്യം അറിയാം. ഇപ്പം ഈ ഇസ്രയേലിൽ ഹമാസിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മൂവാറ്റുപുഴയുടെ പെട്ടിക്കടകളൊന്നും ഇല്ലാതെ ഇപ്പോൾ അവിടെ ഇരുന്നിട്ട് അറിയാം. തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി. ആഗോളപരമായിട്ട് നമ്മൾ ചിന്തിക്കും എന്ത് ആണ് ഇവിടെ നടന്നത്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇന്ന് ഇവിടെ നടക്കാൻ, ഇവിടെ ആൾക്കാരുടെയൊക്കെ അറിയാം ഇവിടെ നടക്കാൻ. കാരണം വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചു നീലകണ്ഠപിള്ള ഇവിടെ ഈ കാവിലെ ഏകാന്ത ശാന്തനായി ഇരുന്നിരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പം ഇതൊന്നും ചരിത്രത്തിൽ ആലേഖനം ചെയ്യാൻ പറ്റില്ല. ഇതിന് പറയുന്നൊരു ഭാഷ അലൗകികമായ അപ്രമേയത്വം. അപ്പം ഇവിടെ ഈ ഒരു ക്രിസ്ത്യൻ അധ്യാപകനായിട്ടുള്ള ഒരാൾ ചോദിച്ച ചോദ്യം, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലേഖനം, തങ്ങളുടേതെന്ന് പറയുന്ന
ഒരാൾ സന്യാസി അമ്മാവനെ കുറിച്ച് ഞങ്ങൾക്കറിയാത്തേക്കാൾ അപ്പുറം നിങ്ങളെങ്ങനെ ഇത് കണ്ടെത്തി എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം വേറെ. ഒരു ക്രൈസ്തവ അധ്യാപകൻ ചോദിച്ചു, സാറേ ഈ നീലകണ്ഠപിള്ള വിദ്യാധിരാജ തീർത്ഥ സ്വാമികളെ കണ്ടിട്ടെങ്കിൽ അത് എവിടെ വെച്ചിട്ടായിരിക്കും? അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഫലമായി മനസ്സിലാക്കണം, ചട്ടമ്പി സ്വാമി മൂവാറ്റുപുഴയിൽ എവിടെയെല്ലാം വന്നിരുന്നു എന്ന് കുറേയൊക്കെ അദ്ദേഹം കണ്ടെത്തി. ഒരു ക്രൈസ്തവ സഹോദരനാണ്. ആ അറിവ് എനിക്ക് പങ്കുവെക്കാനും അദ്ദേഹത്തിൻ്റെ ഒരു മടിയുമുണ്ടായി. അപ്പം അദ്ദേഹം ഇവിടെ മൂവാറ്റുപുഴയിലേക്ക് വരാൻ കാരണം, ചട്ടമ്പി സ്വാമി മൂവാറ്റുപുഴയിലേക്ക് വരാൻ കാരണം അദ്ദേഹം പെരുമ്പാവൂർ കോടനാട് കുറേ കാലം താമസിച്ചിരുന്നു. കോടനാട് വനത്തിൽ 99 ഏക്കർ കൊടുത്തിരുന്നു ആൾക്കാർ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നീലകണ്ഠ തീർത്ഥപാദരെയും തീർത്ഥപാദ പരമഹംസ സ്വാമികൾക്കും ഖേജരി മുതലായ യോഗ വിഷയങ്ങളിലെ അത്യന്തം അങ്ങേയറ്റത്തുള്ള വിദ്യകൾ പകർന്നു കൊടുത്തു. അപ്പം ഞാൻ ഇരിങ്ങാലക്കുടയുടെ ചരിത്രമണ്ഡലത്തിൽ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ എന്നൊരു വിഷയം എന്നോട് എടുക്കാൻ പറഞ്ഞപ്പോൾ എടുത്തപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വിവരം, ഇരിങ്ങാലക്കുട കൂടമാണിക്യം ക്ഷേത്രത്തിൻ്റെ അധികാരിയായ തച്ചുട കൈമളാണ് ഈ പെരുമ്പാവൂർ കോടനാട് ഈ 99 ഏക്കറുള്ള സ്ഥലത്ത് ഒരു പർണശാല കണ്ടുകൊടുത്തത്. അപ്പം ഇത് എവിടെ ആയിരുന്നു? കോടനാട് വനാന്തരങ്ങളിൽ എന്ന് വെച്ചപ്പോൾ ഇപ്പം നമുക്ക് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ അത് എവിടെയായിരുന്നു എന്ന് കണ്ടെത്തി. ഇപ്പോൾ പെരുമ്പാവൂർ മൂവാറ്റുപുഴയിലുള്ള സ്ഥലങ്ങൾ ആരുടെ കയ്യിലായിരിക്കും എന്ന് അറിയാലോ. ഞാൻ ഇരിങ്ങാലക്കുടയിൽ ജനിച്ച് കന്യാകുമാരി താമസിക്കുന്ന ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കോടനാട് 99 ഏക്കർ ചട്ടമ്പി സ്വാമികൾക്ക് അദ്ദേഹത്തിൻ്റെ ഭക്തന്മാർ ഒരാളല്ല പലരും കൂടി കൊടുത്തിരുന്നതാണ്. അവിടെ സാധകന്മാരായ ആൾക്കാർ അവിടെ വന്നു ചിന്മുദ്ര, ഖേജരി മുദ്ര തുടങ്ങിയ യോഗമാർഗത്തിലെ അത്യന്തമുള്ള അറിവ് അവിടെ അഭ്യസിപ്പിച്ചിരുന്നു. അവിടെയാണ് സ്വാമി മൂവാറ്റുപുഴയാറിൻ്റെ അവിടെ കുളിക്കാൻ പോകുന്ന സമയത്ത് സർപ്പത്തെ കാണുന്നതും സർപ്പം ചീറ്റി നിൽക്കുന്നതും മാറി നിൽക്കുന്ന പറഞ്ഞപ്പോൾ സർപ്പം ഇഴഞ്ഞ് തിരിച്ചു പോകുന്നതൊക്കെ കണ്ട പല ആൾക്കാരും ഈ കോടനാട് വനങ്ങളിലുള്ള ഈ സ്ഥലം എങ്ങനെ പോയി? അത് സ്വാമിയുടെ ജീവചരിത്രത്തിലൊക്കെ പറയുന്നുണ്ട്. ചട്ടമ്പി സ്വാമിയുടെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തെ പരിചരിക്കാൻ അന്ത്യകാലത്ത് പത്മനാഭ പണിക്കർ എന്ന് പറയുന്ന ഒരാൾ വന്നു. സമാധി ആവുന്നതിന് 2 ദിവസം മുമ്പ് അദ്ദേഹത്തെ വിളിച്ച്, പണിക്കർ എന്നാ നീ പിടിച്ചോ എന്ന് പറഞ്ഞ് കുമ്പളത്തിനെ കൊണ്ട് ഈ 99 ഏക്കർ അദ്ദേഹത്തിന് എഴുതി അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ചട്ടമ്പി സ്വാമി സമാധിയാവുമ്പോൾ നാരായണ ഗുരുദേവൻ എഴുതിയ കവിതയുണ്ട്. അതിലാണ് സദ്ഗുരു സുഖവർത്തന, അതായത് ഒരു ജീവൻ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ 2 മാർഗങ്ങളാണ്. ഒന്ന് സുഖമാർഗവും മറ്റൊന്ന് പിപീലിക മാർഗം. സുഖമാർഗം എന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് പോകും, ശാസ്ത്രീയ സത്യം കണ്ടെത്തി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായരൊക്കെ ഉപയോഗിക്കുന്നതാണ്. ശാസ്ത്രീയ സത്യം എന്ന് പറഞ്ഞാൽ സുഖമാർഗം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു മൂവാറ്റുപുഴയ്ക്ക് വന്നെങ്കിൽ കാലടിയിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് വരുന്നെങ്കിൽ ഒരു ഡയറക്റ്റ് മാർഗമുണ്ട്. ഇനിയിപ്പോൾ ആലുവയിൽ പോയിട്ട് അല്ലെങ്കിൽ എറണാകുളത്ത് പോയിട്ട് വരുന്ന വഴിയുണ്ട്. നമ്മളൊക്കെ അങ്ങനെയുള്ളവരാണ്. ഈ മഹാത്മാക്കളുടെ കാര്യം നമ്മൾ ഈ ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളുടെ ശിക്ഷയായ ആത്മയോഗിനി അമ്മയുടെ മാർഗം അന്വേഷിച്ചാൽ അത് ശാസ്ത്രീയ മാർഗമാണെന്ന് തെളിയിക്കാൻ പറ്റും. എങ്ങനെ? ഭാരതീയ സിദ്ധാന്തപ്രകാരം സുഖവർദ്ധന മാർഗമാണോ അതോ പിപീലിക മാർഗമാണോ? ഞാനിപ്പോൾ ഇവിടെ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ട് സാക്ഷാത് നാരായണ ഗുരുദേവന എഴുതിയിരിക്കുന്ന സദ്ഗുരു, സുഖവർദ്ധന, പരിപൂർണ കലാനിധി, പിന്നെ പറയുന്നുണ്ട് ലീലയാ കാലമതീതം. ഈ കാലത്തെ ലീലയായി കണ്ട ആൾക്കാർ
അത് ആധ്യാത്മിക വിഷയത്തിലൊരു വലിയ കാര്യമാണ്. കാലം കൊണ്ടുവരുന്ന മാറ്റങ്ങളിൽ അവർ ഭ്രമിക്കുന്നില്ല. ശരിക്കുള്ള ആധ്യാത്മിക സാധകൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ കാലം കൊണ്ടുവരുന്ന മാറ്റങ്ങളിൽ ഭ്രമിക്കാതെ, അല്ലെങ്കിൽ 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. മാർച്ച് 30 ആരംഭിക്കുന്നത് വൈക്കം സത്യാഗ്രഹം. ആ സമയത്ത് ചട്ടമ്പി സ്വാമികൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, നാരായണ ഗുരുദേവൻ വൈക്കം സത്യാഗ്രഹ നടക്കുന്നിടത്ത് ചെന്ന് അവിടുത്തെ ഭടന്മാരെന്ന് വെച്ചാൽ നായർ, നമ്പൂതിരി, ഈഴവ, പുലയ സമുദായങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ നിരാഹാരം കിടക്കുന്ന സന്ദർഭത്തിൽ നാരായണ ഗുരുദേവൻ അവരെ സന്ദർശിച്ച് അവരെ അനുഗ്രഹിക്കുകയും മാർഗനിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചട്ടമ്പി സ്വാമികൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് ചെറുതെ. സംഗതി ശരിയാണ്. പാവം ചട്ടമ്പി സ്വാമി ആ സമയത്ത് 99 വെള്ളപ്പൊക്കം, 1924 ആന പോലും ഒഴുകിപ്പോയ വെള്ളപ്പൊക്കം. മൂവാറ്റുപുഴയുടെ ചരിത്രത്തിലൊക്കെ അതുണ്ട്. പെരിയാറിൻ്റെ ഇതിൽ 99 വെള്ളപ്പൊക്കത്തിൻ്റെ ഭീകരത എന്താണ്? ആന പോലും ഒഴുകിപ്പോയ വെള്ളപ്പൊക്കം. ആ വെള്ളപ്പൊക്കത്തിൽ വൈക്കത്ത് സത്യാഗ്രഹം കിടക്കുമ്പോൾ നിങ്ങളുടെ സ്വാമി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ സ്വാമി ആ സമയത്ത് പന്മനയിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പുസ്തകം എഴുതി, ജീവകാരുണ്യ നിരൂപണം. ആ സമയത്ത് വേദാധികാര നിരൂപണം. ഈ വേദാധികാര നിരൂപണം എഴുതിയത് ബ്രാഹ്മണരെ എതിരാണെന്ന് പറഞ്ഞിട്ട് വലിയൊരു പ്രചരണം ഉണ്ടായിരുന്നു. ക്രിസ്തുമത നിരൂപണം അത് ക്രിസ്ത്യാനികൾക്കെതിരെയാണെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചട്ടമ്പി സ്വാമി ബ്രാഹ്മണ വിരോധിയാണ്, ക്രിസ്തുമത വിരോധിയാണ്, പരമത വിദ്വേഷിയാണെന്ന് തോന്നുന്നു. നമ്മളിവിടെ ഇരിക്കുന്നു എന്ന് ആലോചിച്ചു. ബ്രാഹ്മണ വിരോധിയായിരുന്നുവെങ്കിൽ വേദാധികാര നിരൂപണം എഴുതിയ ചട്ടമ്പി സ്വാമികൾ ഒരു ബ്രാഹ്മണ വിരോധിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ നീലകണ്ഠ തീർത്ഥപാദർ ഒരു അന്തർജനത്തെ, എങ്ങനെയുള്ള അന്തർജനത്തിന്? വിധവയായ അന്തർജനത്തിന് മന്ത്രദീക്ഷ കൊടുത്തു. ഞാൻ വരുന്ന വഴി ആലുവയിൽ ഇറങ്ങിയപ്പോൾ ബുക്ക് സ്റ്റാളിൽ VT ഭട്ടതിരിപ്പാടിൻ്റെ കണ്ണീരും കിനാവും കണ്ടപ്പോൾ ഒന്ന് വാങ്ങി, വരുമ്പോൾ ഒന്ന് വായിക്കാം. കണ്ണീരും കിനാവും എന്ന് വെച്ചാൽ എന്താ? VT പറയുന്നത് നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ കണ്ണീർ, അതിനാണ് കൊട്ടിഘോഷിച്ച് നടക്കുന്നത്. കുറിയേടത്ത് താത്രി നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഉത്തമ പ്രതീകമായിട്ട് കുറിയേടത്ത് താത്രിയാണ് കൊണ്ടുപോയിരിക്കുന്നത്. ആ വിഷയത്തിലേക്ക് വന്നാൽ മൂവാറ്റുപുഴയുടെ ചരിത്രം മാറും. നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന എങ്ങനെയാണ്? അവിടെയാണ് വിദ്യാധിരാജ പ്രഭാവത്തെ കുറിച്ചിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ലീലയാ കാലമധികം, ഇവർക്കൊന്നും നമ്പൂരിയില്ല, നായരില്ല, ഒന്നുമില്ല. മാനവരാശിയുടെ ആകെ വലിയ സ്വത്താണ്. അതാണ് ആത്മീയ സ്വത്ത്. 100 വർഷം കഴിഞ്ഞു സ്വാമി സമാധിയായിട്ട്. ഈ ആത്മയോഗിനിയമ്മ സമാധിയായിട്ട് എത്ര വർഷമായി എന്നറിയും? 68 വർഷം കഴിഞ്ഞു. ഇന്നും നമ്മൾ അവരെക്കുറിച്ച് സ്മരിക്കുന്നുണ്ടല്ലോ. എത്രയോ സിനിമാ നടിമാർ, നർത്തകിമാർ രാജ്യത്തെ തൻ്റെ ചെങ്കോലിൽ നിലനിർത്തിയിരുന്ന ആൾക്കാർ മൺമറഞ്ഞു പോയി. എന്തുകൊണ്ട് നമ്മൾ ഇവരെ സ്മരിക്കുന്നു? ഇതൊന്നും നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പ്രകാരമോ മെത്തഡോളജി പ്രകാരമൊന്നും തെളിയിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം മൂവാറ്റുപുഴയുടെ ചരിത്രമണ്ഡലത്തിൽ പറയുമ്പോൾ ഞാൻ ഈ മൈക്രോകോസം എന്ന് പറഞ്ഞിട്ട് അതിൽ കൂടെ മാക്രോകോസം എന്നൊക്കെ പറഞ്ഞ കുറേ മെത്തഡോളജി ഉണ്ട്. മൂവാറ്റുപുഴയുടെ ചരിത്രത്തിൽ ആനിക്കോട് ക്ഷേത്രത്തിൽ വെച്ച് നേരെ വെച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പരിപാടി നടത്താൻ പറ്റില്ല. അവിടെയാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ, ജനാധിപത്യത്തിൽ ആർക്കും സ്വയം വഞ്ചിക്കാം. ജനാധിപത്യത്തിൻ്റെ
നിർവചനങ്ങൾ വെച്ചിട്ട് ആർക്കും സ്വയം വധിക്കാം. നാളെ എനിക്ക് വേണമെങ്കിൽ പോയിട്ട് സന്യാസം എടുക്കുക. എനിക്ക് പോയിട്ട് ആരെങ്കിലും എന്നോട് ചോദിക്കുമോ, ഞാൻ കേരളത്തിലെ ആശ്രമങ്ങളെ ഇതൊക്കെ കുറിച്ചിട്ട്, കൂടാതെ നീലകണ്ഠ തീർത്ഥപാദയുടെ ഒരു ലേഖനമുണ്ട്, സന്യാസം സർവാധികാരം. ഒരു ലേഖനമാണ്. ആത്മയോഗിനിയമ്മയ്ക്ക് ആര് സന്യാസം കൊടുത്തു, ഇവർക്ക് എന്ത് അർഹത? അത് വലിയ ചോദ്യമാണ്. ഇങ്ങനെ ആര് പറഞ്ഞിട്ടാണ് ഇവർ സന്യാസത്തിന് ഇന്നും ചോദിക്കാം. അപ്പം അക്കാലത്തോ? അപ്പം സമൂഹത്തിലാകെ ഒരു പുരോഗമനം കൊണ്ടുവന്നതാര്? ഇതൊരു ചോദ്യമാണ്. നമ്മുടെ പൈതൃകത്തെക്കുറിച്ചാണ് മൂവാറ്റുപുഴയുടെ ചരിത്രമണ്ഡലത്തിൽ, പൈതൃക മണ്ഡലത്തിൽ എന്താ സംഭവിച്ചത്? വർഷങ്ങൾക്ക് മുമ്പ്, 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചു നീലകണ്ഠപിള്ള ഈ കാവിൽ വന്നിരുന്ന് ശാന്തനായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. ആ ജീവചരിത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നീലകണ്ഠ തീർത്ഥപാദ സമുച്ചയം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. 1000-ഓളം പേജ് വരും. ആ ജീവചരിത്രം തയ്യാറാക്കിയത് എങ്ങനെയാണെന്നറിയും. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ, അതും വിമർശന സാഹിത്യത്തിലെ മുടിചൂടാമന്നനാണ് ഡോക്ടർ ജോൺസൺ. ഷേക്സ്പീരിയൻ സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ നിരൂപകനായിരുന്നു. ഈ ഡോക്ടർ ജോൺസന്റെ ശിഷ്യനായ ബോസ്വെൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ആ ജീവചരിത്രം പോലെയാണ് നീലകണ്ഠ തീർത്ഥപാദരുടെ ജീവചരിത്രം ശ്രീവർദ്ധനത്തെ കൃഷ്ണപ്പിള്ളയും പന്നിശ്ശേരി നാണുപിള്ളയും എഴുതിയിരിക്കുന്നത്. ഇവരൊക്കെ ആരാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്? പന്നിശ്ശേരി നാണുപിള്ളയും. ആരോ എന്നോട് റാന്നിയിൽ നിന്നും വിളിച്ചു പറഞ്ഞു, എൻ്റെ സാറേ, ആ നീലകണ്ഠ തീർത്ഥപാദ സമുച്ചയത്തിൻ്റെ ഒരു പേജെങ്കിലും വായിച്ചാൽ മതിയായിരുന്നു. കാരണം 1000 പേജുള്ള ആ പുസ്തകത്തിൽ കൂടെ കടന്നു പോയാൽ മതി. വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ, നീലകണ്ഠ തീർത്ഥപാദ സ്വാമികൾ, ആത്മയോഗിനിയം, ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അതിലെ ഈ മൂവാറ്റുപുഴയുടെ ചരിത്രവും പരാമർശിക്കപ്പെടുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ദക്ഷിണേന്ത്യയിലെ ഒരു വനിതാ ആശ്രമമാണ് സ്വയം പ്രകാശാശ്രമം, തിരുവനന്തപുരത്ത് കുളത്തൂർ. അപ്പോൾ അവിടെ നൊച്ചൂർ വെങ്കട്ടരാമൻ എന്ന പേരിൽ പ്രശസ്തനായിരുന്ന രമണചരണ തീർത്ഥൻ വന്നു. ആ ആശ്രമത്തിലെ കേരള പാണിനിയുടെ പൗത്രി ലളിത ടീച്ചർ താമസിക്കുന്നുണ്ട്. ഞാനും ടീച്ചറും എഴുതിയ പുസ്തകമാണ് സർവസാക്ഷിയമ്മ ജീവിതവും പൈതൃകവും എന്നുള്ളത്. അപ്പോൾ രമണചരണ തീർത്ഥം വന്നപ്പോൾ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികൾ ഈ പുസ്തകങ്ങൾ ഇന്ന് തന്ന ദേവാർച്ചന പദ്ധതി, ആചാര പദ്ധതിയൊക്കെ ഒരാൾ വന്നിട്ട്, ഈ ട്രസ്റ്റിൽ ഒരാൾ വന്നിട്ട് കൈമാറിയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, രമണചരണ തീർത്ഥ സ്വാമികളോട് പറഞ്ഞു, ഇതൊക്കെ ജർമ്മനിയിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. ശരിയാണ്, നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളുടെ പുസ്തകങ്ങളൊക്കെ ജർമ്മൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം രമണചരണ തീർത്ഥസ്വാമി ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നവോത്ഥാനം, ഇപ്പം നവനവോത്ഥാനം നടക്കുന്ന കാര്യമാണ്. സ്ത്രീ ശാക്തീകരണം, മതിൽ കെട്ടുന്നു. യേശുവെ മറ്റേ ആത്മയോഗിനിയൊക്കെ മതിൽ കെട്ടാനൊന്നും പോയിട്ടില്ല, ഉള്ള മതിൽ പൊളിക്കാനോ നോക്കി. കാരണം സ്ത്രീകളുടെ ദുഃഖത്തെക്കുറിച്ച് വാഴ്ത്തുന്നവർ എത്ര പേരൊന്ന് ആലോചിക്കും. കണ്ണുനീരിനോട് ഉപമിച്ച കാവ്യഭാവനെ നിനക്ക് അഭിനന്ദനം ഒക്കെ എഴുതിയിരിക്കണേ. എന്താ? കണ്ണുനീരിനെ സ്ത്രീയോട് ഉപമിച്ച ആത്മയോഗിനിയമ്മ എന്താ? 21ാമത്തെ വയസ്സിൽ വൈദവ്യം സംഭവിച്ച ആ അമ്മ ദുഃഖിക്കാൻ സ്ത്രീക്കല്ല, മനുഷ്യന് അവകാശമില്ല എന്നാണ് പറയുന്നത്. ഇതാണ് യോഗവേദാന്തത്തിൻ്റെ അന്ത്യം. മനുഷ്യന് ദുഃഖിക്കാൻ അവകാശമുണ്ടോ? പുരുഷന് ദുഃഖമില്ല, സ്ത്രീക്ക് ദുഃഖമുണ്ട്. എങ്ങനെയൊക്കെ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കണം. മനുഷ്യനായി ജനിച്ചാൽ
ഈ വിദ്യാധിരാജ പ്രഭാവം അത് മൂവാറ്റുപുഴയുടെ മണ്ണിലായാലും കൊട്ടാരക്കരയുടെ മണ്ണിലായാലും നെടുവത്തൂര് ആയാലും റാന്നിയിലായാലും സ്ത്രീ ആയാലും പുരുഷനായാലും മനുഷ്യന് ദുഃഖിക്കാൻ അവകാശമുണ്ട്. ഇതിപ്പോൾ ഇവിടെ ആരോ പറഞ്ഞു, ആ അമ്മ സംസ്കൃതത്തിൽ വായിച്ചിരുന്ന ഭാഗവത ഗ്രന്ഥം ഇപ്പോൾ അവിടെ ഉണ്ടെന്നല്ലേ പറയുന്നത് അല്ലേ? ആ ഭാഗവതത്തിൻ്റെ പ്രമേയം എന്താ? മരണം അടുത്തവൻ്റെ കർത്തവ്യം എന്തെന്നല്ലേ ചോദിക്കുന്നത് അല്ലേ? ഇതിൻ്റെ ജിസ്റ്റ് എന്താണ്? എത്രയോ ഭാഗവത സപ്താഹങ്ങളും ഇതെല്ലാം കേൾക്കുന്നു. സത്രങ്ങൾ 100,000 പേരുണ്ടു, അവർക്ക് സദ്യ ഒരുക്കി, ഇതൊക്കെയാണ് പത്രങ്ങൾക്കൂടെ വരുന്നത്. ഇതിൻ്റെ പ്രധാന പ്രമേയം എന്താണ്? ഈ പ്രമേയം തന്നെയാണ് കാലാകാലങ്ങളായി മനുഷ്യനെ അലട്ടിയിരുന്നത്. അതാ നീലകണ്ഠ തീർത്ഥപാദരോട് സർപ്പവിഷമല്ല അപ്പനെ, സംസാര വിഷമാണ്, വൈദവ്യം പ്രാപിച്ച് അതിൽ ദുഃഖിച്ചിരിക്കല്ല ചെയ്തത്. ഈ ജനന മരണങ്ങളാകുന്ന ആ ഇതിനെ തിരകളെ, കടൽ തിരകളെ, വേദാന്ത ഭാഷയിൽ തിര മാറി കടലുമില്ല, കടലിൽ നിന്നും ഭിന്നമായി തിരയില്ല. അപ്പം ജനന മരണങ്ങളിൽ നിന്നും അതിജീവിക്കാൻ എങ്ങനെ സാധിക്കും? അപ്പം വിദ്യാധിരാജ പ്രഭാവം എന്ന് പറഞ്ഞാൽ അത് വേദാന്ത പ്രഭാവമാണ്. വേദാന്തം എന്ന് വെച്ചാൽ അറിവിൻ്റെ അന്തം. ഈ അറിവ് നേടാൻ നമ്മൾ ഇവരുടെ ചരിത്രത്തിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു തരത്തിലുള്ള പ്രയാസം ഉണ്ടായിരുന്നില്ല. ഏത് അറിവ് നേടാൻ? പരാവിദ്യയല്ല, അപരാവിദ്യ നേടാൻ ജാതീകൃതമായ പല പ്രശ്നങ്ങളുണ്ടാവും. ആത്യന്തികമായി അറിവ് നേടാൻ അർഹതയും അധികാരവുമുള്ള ആൾ വേദാധികാര നിരൂപണം. വേദത്തിന്, അറിവിന് അധികാരി. ആ അധികാരിക്കൊക്കെ ഇവിടെ ആർക്ക് വേണമെങ്കിലും, സ്ത്രീ ആയാലും പുരുഷനായാലും അതിന് ആഗ്രഹമുണ്ടോ? അധികാരിയാണ്. അപ്പം ഇപ്പോൾ നമ്മുടെ ചില ആൾക്കാർ പറഞ്ഞു നടക്കുന്നത് വേദാധികാര നിരൂപണത്തിൽ ചട്ടമ്പിസ്വാമികൾ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ ശങ്കരാചാര്യസ്വാമികളെ അതിനിശിതമായി വിമർശിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നീലകണ്ഠ തീർത്ഥപാദർക്ക് വന്നാൽ, മൂവാറ്റുപുഴ ജനിച്ച നീലകണ്ഠ തീർത്ഥപാദർ അതിനുള്ള മറുപടി പല ദിക്കിലും കൊടുക്കുന്നുണ്ട്. ചട്ടമ്പിസ്വാമി ശങ്കരാചാര്യസ്വാമികളെ അല്ല വിമർശിക്കുന്നത്, ശങ്കരാചാര്യസ്വാമികളുടെ പേരും പറഞ്ഞ് സ്ഥാപിത താൽപ്പര്യക്കാർ നടപ്പിലാക്കിയതിനെയാണ് വിമർശിക്കുന്നത്. അതിനൊരു ഉത്തമോദാഹരണമാണ് ആത്മയോഗിനി അമ്മ. ആ അമ്മയുടെ ബന്ധുമിത്രാദികൾ ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിന് പല കാര്യമുണ്ട്. ഇപ്പോൾ ദശനാമി സമ്പ്രദായ പ്രകാരം സ്ത്രീകൾക്ക് സന്യാസം കൊടുത്തതായി ശങ്കരാചാര്യരുടെ കാലത്ത് നമുക്കറിയില്ല. ശങ്കരാചാര്യരുടെ കാലത്ത്, അതിനുശേഷം ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ആശ്രമത്തിൽ പോയി. പ്രശസ്തമായ ആശ്രമം, അങ്ങനെ പറയാൻ പറ്റില്ല, പ്രശസ്തനായ ഒരാളുടെ ആശ്രമത്തിൽ പോയിപ്പോൾ വേറൊരാൾ ക്ലാസ് എടുക്കുന്നുണ്ട്, ഒരു സന്യാസിയാണ്. അപ്പം അദ്ദേഹവും പ്രശസ്തനല്ലെങ്കിലും ഈ യാഥാസ്ഥിതികമായ രീതിയിൽ വേദാന്തം പഠിച്ചിട്ടുള്ള ഒരാൾ. അപ്പം ഞാൻ ബാക്കിൽ കസേരയിൽ ഇരിക്കുക. അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ ഒരു സ്ത്രീയല്ല, ഒരു പെൺകുട്ടി, യുവതി ഇരിക്കുകയാണ്. അപ്പോൾ ആ യുവതിയോട് പറഞ്ഞു, നമ്മൾ ആത്മയോഗിനിയമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ പറയുന്നതാണ്, ആ യുവതിയോട് പറയുകയാണ്, അതെ, സ്ത്രീകളായാൽ ഇങ്ങനെ മുണ്ടനം ചെയ്തിരിക്കല്ല വേണ്ടത്. തലമുടി നീട്ടി വളർത്തി ആ തലമുടിയിൽ ഒരു മുല്ലപ്പൂവോ എന്തെങ്കിലും ചൂടി, പിന്നെ അത് കഴിഞ്ഞ് അനുരൂപനായൊരു ഭർത്താവിനെ കണ്ടെത്തി അതിലൊരു കുട്ടിയെ, ആൺകുട്ടി ഉണ്ടാക്കി ആ ആൺകുട്ടിയെ സന്യാസി ആക്കണം. അല്ല, ഇതൊരു അങ്ങോരെ തെറ്റ് പറഞ്ഞിട്ട് യാഥാസ്ഥിതിക സമീപനം ഇതായിരുന്നു. അതെ, അദ്ദേഹം ആ കൺസർവേറ്റീവ് ഇതിൽ വന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്.
ഇത് പക്ഷേ ചട്ടമ്പിസ്വാമികളുടെ ശിക്ഷ നീലകണ്ഠ തീർത്ഥപാദ ഈ മൂവാറ്റൂടെ മണ്ണിൽ ജനിച്ചൊരാളെ ഉണ്ടാക്കിയത് ആത്മയോഗിനിയമ്മ മാത്രമല്ല, മംഗളാനന്ദ ദേവി എന്ന് പറയുന്ന ഒരു അമ്മയ്ക്കും അദ്ദേഹം അതൊക്കെ വളരെ പഠിക്കേണ്ടതാണ്. സന്യാസ ദീക്ഷ. അപ്പോൾ മുണ്ടനം ചെയ്ത് വിരജാഹോമം ചെയ്ത് ഗംഗയിൽ നഗ്നനായി കുളിച്ച മടങ്ങി വരുന്ന ആൾക്ക് കൊടുക്കേണ്ടതാണ് സന്യാസം എന്നാണ് പറയുന്നത്. അത് മണ്ഡനമിശ്രൻ തന്നെ ശങ്കരാചാര്യസ്വാമിയോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ മുണ്ടി, നിന്റെ ശിരസ് പോലെ തന്നെയാണോ നിന്റെ ഹൃദയവും? ഭിക്ഷയെടുക്കാമെന്ന ശങ്കരാചാര്യസ്വാമിയോട് കുമാരില ഭട്ടൻ, അന്ന് കുമാരില ഭട്ടനാണ് ചോദിക്കുന്നുണ്ട്. ഇതാണ്, അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദ പിന്നീട് പറയുന്നത് സന്യാസം എന്ന് പറഞ്ഞാൽ മുണ്ടനം ചെയ്യാം, വിരജാപമൊക്കെ നടത്താം, സ്നേഹാർദ്രമായ സഹാനുഭൂതിയാണ് എൻ്റെ മതം, എൻ്റെ സന്യാസം. നമ്മളിത് ആലോചിച്ച് നോക്കണം, ഏതാണ് മതം, ഏതാണ് സന്യാസം? നമ്മളെ ഈ കൺസർവേറ്റീവ് രീതിയിലൊക്കെ ആയിട്ട് സന്യാസം എടുത്ത് വലിയ പണ്ഡിതനാണ്. നമുക്കൊക്കെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 10-11 മണിക്ക് ചെന്നു 1 മണി വരെ സംസാരിച്ചു. നൗ ഇറ്റ് ഈസ് ടൈം ഫോർ 1 o'clock, യു ക്യാൻ ഗോ. നമ്മൾ 9-10 മണി വരെ വലിയ വേദമൊക്കെ കേട്ടിരുന്നു. 1 മണി ആയിപ്പോൾ ഇറ്റ് ഈസ് 1 o'clock, നൗ യു ക്യാൻ ഗോ, ടൈം ഫോർ ലഞ്ച്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ഇത് ഒരു മാതൃഹൃദയം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബയോളജിക്കലായിട്ട് ആവാൻ സാധിക്കും, മറ്റേ സൈക്കോളജിക്കലായിട്ട്. അപ്പോൾ സന്യാസം എന്നുള്ളത് ഇവിടെ കാലത്തിനനുസൃതമായി മാറുമ്പോൾ ശിരസ്സിൽ ജ്ഞാനം മാത്രമല്ല, ഹൃദയത്തിൽ ഈ പറഞ്ഞ പോലെ ആർദ്രത, സ്നേഹം, അനുഭൂതി ഇതെല്ലാം ഉണ്ടായിട്ടുള്ള ഒരു നീലകണ്ഠ തീർത്ഥപാദര് മാത്രമല്ല മൂവാറ്റുപുഴയുടെ മണ്ണിൽ. ഇപ്പം നമ്മുടെ ആ ക്രിസ്ത്യൻ സഹോദരൻ അന്വേഷിച്ചപ്പോൾ ചട്ടമ്പിസ്വാമിയും നീലകണ്ഠ തീർത്ഥപാദരും ഇവിടെ പെരുമ്പാവൂര്, മൂവാറ്റുപുഴ, ഏറ്റുമാനൂരി ഇങ്ങനെ പല ദിക്കിലും സഞ്ചരിച്ചു. അതിൻ്റെ ഫലമായിട്ട് സഞ്ചരിച്ചപ്പോൾ ചട്ടമ്പിസ്വാമി വെച്ചിരുന്ന ഏക നിബന്ധന, അദ്ദേഹം ചോദിക്കും, ആദ്യാവതാര സേവയുണ്ടോ? ഇതാ ചോദിക്കാം. സ്വാമി ഞങ്ങളുടെ വീട്ടിൽ വരണം എന്ന് ചോദിക്കുമ്പോൾ ആദ്യാവതാര സേവയുണ്ടോ? കാര്യം മനസ്സിലായില്ലോ. ആദ്യാവതാരം എന്താ? സേവയുണ്ടോ? എങ്കിൽ ഇപ്പം ചട്ടമ്പിസ്വാമിയുടെ ജീവകാരുണ്യ നിരൂപണത്തെക്കുറിച്ച് പ്രസംഗിച്ച് ഒക്കെ നടത്തുന്ന വിദ്വാൻമാരുണ്ട്. നമ്മൾ വീട്ടിൽ പോകുമ്പോൾ വിളിച്ചിട്ട് വീട്ടിൽ, സാർ അങ്ങോട്ട് മാറിയിരുന്നോളൂ, ഞങ്ങളിതൊക്കെ കൊടുക്കും. ഇതാണ് ജീവകാരുണ്യ നിരൂപണം. ഓഗസ്റ്റ് 25 ജീവകാരുണ്യ നിരൂപണമായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രളയം 2018 പ്രളയം നടന്നു. 99 പ്രളയത്തിൽ ഇവിടെ പെരുമ്പാവൂരും മൂവാറ്റുപുഴയും ഒക്കെ ആന പോലും ഒലിച്ചു പോയ പ്രളയമാണ്. വർഷങ്ങൾക്ക് ശേഷം ഇവിടെ പ്രളയം വന്നപ്പോൾ ഇവിടെ പെരുമ്പാവൂരും മൂവാറ്റുപുഴയും സാധാരണ തൊഴിലാളികളല്ലാതെ ഉള്ളത്, അതിഥി തൊഴിലാളികളാണ്. അപ്പോൾ അവരുടെയൊക്കെ ജീവിതം രക്ഷപ്പെട്ടു പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ജീവകാരുണ്യത്തെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടായിട്ടുണ്ട്. പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി സേവിക്കാൻ വേണ്ടി, അവരുടെ സേവനത്തിന് വേണ്ടി അതിൽ ജാതി മതം ഒന്നും നോക്കാതെ ഇറങ്ങിയിട്ടുണ്ട്. അതൊരു വിദ്യാധിരാജ പ്രഭാവമാണ്. ഇവിടെ വേറൊരു കാര്യം, വിദ്യാധിരാജ പ്രഭാവത്തെ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോൾ ഈ ആത്മയോഗിനിയമ്മ നേരിട്ട് സ്കൂളുകളൊന്നും തുടങ്ങിയിട്ടില്ല. അമ്മയുടെ സ്വാധീനത്തിൽ വരുന്ന
ആൾക്കാരോട് പറഞ്ഞ് ഇന്ന് നമുക്ക് ദേവാലയത്തേക്കാൾ ആവശ്യം വിദ്യാലയങ്ങളാണ്, അതും സംസ്കൃത വിദ്യാലയങ്ങൾ. അത് സ്വയം നേരിട്ട് തുടങ്ങില്ല. ഇന്നിപ്പോൾ നേരിട്ട് തുടങ്ങിയിട്ടുള്ള സ്വാമിമാരുടെ കാര്യം അറിയാലോ. എവിടെയൊക്കെ പോയിട്ട് ആശ്രയിച്ച് നിൽക്കേണ്ടി വരും. ഇവർ സന്യാസം സ്വീകരിക്കുന്നത് സർവതന്ത്ര സ്വാതന്ത്ര്യത്തിനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്വാതന്ത്ര്യത്തിനാണ്. സമാജത്തെ സേവ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നിന്നിട്ട് ആരെയൊക്കെ ആശ്രയിക്കേണ്ടി വരും. പഞ്ചമഹായജ്ഞം നടത്തും എന്ന് പറയുന്ന ആൾക്കാർക്ക് വലിയ കടമാണെന്ന് കേൾക്കും. ഇത് വലിയ വിരോധാഭാസങ്ങളാണ്. നിങ്ങൾ പഞ്ചമഹായജ്ഞം നടത്തും എന്ന് പറഞ്ഞാൽ രണങ്ങളിൽ നിന്നും മോചിപ്പിക്കാനാണ് പഞ്ചമഹായജ്ഞം നടത്തുന്നത്. അത് ആഹ്വാനം ചെയ്യുന്നവർക്ക് കടമെന്ന് പറഞ്ഞാൽ, അപ്പം നമ്മുടെ നാട് ഭക്തിയുടെ നാട് മാത്രമല്ല, യുക്തിയുടെ നാടാണ്, വിഭക്തിയുടെ നാടാണ്. ശങ്കരാചാര്യസ്വാമിയൊക്കെ ഉള്ള ആൾക്കാർ ഉള്ളതുകൊണ്ട്. അപ്പം ഇവിടെ നമ്മൾ ആത്മയോഗിനിയമ്മ, നീലകണ്ഠ തീർത്ഥപാദർ, ചട്ടമ്പിസ്വാമി തുടങ്ങിയ ആൾക്കാർ ഒരിക്കലും പ്രവൃത്തി ധർമ്മത്തിലേക്ക് ഇറങ്ങാതെ, പ്രവൃത്തി ധർമ്മത്തിലേക്ക് ഇറങ്ങിയ ആൾക്കാർ അതിൽ നിന്നും അവരെ മുന്നോട്ട് നിവർത്തി ധർമ്മത്തിലേക്ക് നയിക്കാൻ നിഷ്കാമ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിച്ചു. അത് ഞാൻ പറഞ്ഞു വന്നത്, തപോസ്വാധ്യായ നിരതന്മാരായ ഇവർ അവിടെ തപസ്സും സ്വാധ്യായവും കൊണ്ട് സാധനയും സേവനവുമുള്ള ആൾക്കാർ വാർത്തെടുത്തു. രണ്ട് വാക്ക്, സാധനയും സേവനവും ആകുമ്പോൾ ചിത്തശുദ്ധി വരും. ചിത്തശുദ്ധിയുള്ള മനസ്സിൽ തത്വബോധം ഉണ്ടാവുന്നു. ഇത് തപോവനസ്വാമി ചിന്മയാനന്ദജിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് തപോവനസ്വാമിയാണ് പറഞ്ഞത്. വേദാന്തം എല്ലാവർക്കും വിളമ്പേണ്ട വിഷയമാണ്. ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ പിൽക്കാല പ്രഥമ ശിഷ്യനായി, സന്യാസ ശിഷ്യന്മാരൊരാളായി തീർന്ന വേലായുധനോട് ചോദിച്ചു, വിക്ഷോഭകരങ്ങളായ പ്രക്ഷോഭങ്ങൾ ഒരു വേദാന്തിയുടെ മാർഗമാണോ? അതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. വൈക്കം സത്യാഗ്രഹ സമയത്ത് നാരായണ ഗുരുദേവൻ വന്നു, ചട്ടമ്പിസ്വാമി വന്നില്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ആരെങ്കിലും വന്നു എന്ന് ചോദിച്ചാൽ നാരായണ ഗുരുദേവൻ വന്നു, ചട്ടമ്പിസ്വാമി വന്നില്ല. ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യന്മാരിൽ ആരെങ്കിലും വന്നു എന്ന് ചോദിച്ചാൽ നീലകണ്ഠ തീർത്ഥപാദരി സമാധിയായി 1921. അപ്പോൾ കാര്യങ്ങളൊന്നും പഠിക്കാതെ നമ്മളിത് അവതരിപ്പിക്കുമ്പോൾ, ഞാനൊരു ഭാഗം വായിച്ചിട്ട് നിർത്തുകയാണ്. കാര്യങ്ങൾ ഒന്നും പഠിക്കാതെ ഇത് ഞാനും കേരളവാണിനിയുടെ പൗത്രി എഴുതിയ സർവസാക്ഷിയമ്മ ജീവിതവും പൈതൃകവും എന്നുള്ള പുസ്തകത്തിൽ ഒരു ഭാഗമാണ്. യോഗിനിയമ്മയ്ക്ക് ചട്ടമ്പിസ്വാമികളുമായി അത്യധികം ആദരണീയമായ ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇരുവരും സുബ്രഹ്മണ്യ ഭക്തരായാണല്ലോ ആത്മീയ ജീവിതം ആരംഭിച്ചത്. കൂടാതെ ഇരുവരും അയ്യാസ്വാമികളുടെ വാത്സല്യ ഭാജനങ്ങളുമായിരുന്നു. ഈ മഹാത്മാക്കളുടെ ബന്ധത്തെക്കുറിച്ച് പ്രൊഫസർ ജഗതി വേലായുധൻ നായർ എഴുതുന്നു. മീനമാസം ആദ്യവാരമായപ്പോഴേക്കും രോഗത്തിന് അല്പം ശമനം വന്നു. തിരുവടികളുടെ ഹിതമറിഞ്ഞ് പന്മനയ്ക്ക് പോകാനായി നല്ലൊരു കെട്ടുവള്ളം ഒതുക്കി നിർത്തി. സ്വാമികൾ വള്ളക്കടവിലെത്തി. യാത്രയാകും മുമ്പ് ആ തൃപ്പാദമൊന്ന് കണ്ടു വന്ദിക്കാൻ നിരവധി ഭക്തജനങ്ങൾ തടിച്ചുകൂടി. എല്ലാവരെയും കരുണാപൂർണമായ കടാക്ഷ വിക്ഷേപങ്ങളാൽ അനുഗ്രഹിച്ചിട്ട് സ്വാമികൾ വള്ളത്തിൽ കയറിയിരുന്നു. കൽപ്പന കിട്ടാത്തതുകൊണ്ട് കുമ്പളവും മറ്റും പുറത്തു നിന്നതേയുള്ളൂ. ഏതാണ്ടൊരു മണിക്കൂർ അങ്ങനെ കഴിഞ്ഞു. എന്നിട്ടും വള്ളമനക്കാനുള്ള കൽപ്പന സ്വാമിയിൽ നിന്നും ഉണ്ടായില്ല. കുമ്പളവും കടച്ചിക്കാടനും അസ്വസ്ഥരാണ്. അപ്പോഴുണ്ട് കുളത്തൂർ ആശ്രമത്തിലെ യോഗിനിയമ്മ ധൃതിപ്പെട്ട് അവിടെ എത്തി. എല്ലാവരും വഴിമാറിക്കൊടുത്തു. അമ്മ വള്ളത്തിനുള്ളിൽ കയറി തൃപ്പാദം തൊട്ടുവന്നിച്ച് തൊടുകയോടെ നിന്നു. യാത്രയാണ്. സ്വാമികൾ യോഗിനിയമ്മയെ നോക്കി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഈ യോഗിനിയമ്മ അപയോഗിനിയമ്മ അല്ല. ഈ സർവസാക്ഷിയമ്മയുടെ
ശിക്ഷയായ സ്വയംപ്രകാശം യോഗിക്കുന്നു. അപ്പം നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വളരെ പഠിച്ച് അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് നവമാധ്യമങ്ങൾ ഉള്ള സമയമാണ്. അപ്പം ഇപ്പം ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഇതുപോലെയുള്ള പഠനങ്ങൾ വളരെ ഗൗരവമായ തലത്തിൽ, ഒരേ സമയം ലളിതവും ഗൗരവമായ തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗുരുക്കന്മാരുടെയും സർവേശ്വരൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് നിർത്തുന്നു. നമ്മൾ നമസ്കാരം.